ഹായ്, എൻ്റെ ചാനലിൽ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് വീഡിയോ ആണിത്. ഇത് ശരിക്കും പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തതല്ല കേട്ടോ. ഇതിൻ്റെ ടീംമേറ്റ് റീഷ്ണയാണ്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേനും നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇങ്ങനെ കുട്ടികൾ അധികമായിട്ട് ചോദിക്കുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അവർ തന്നെ ഒരു ഐഡിയ പറഞ്ഞു, നമുക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. ആ ഡൗട്ട്സ് വെറുതെ എന്നോട് ചോദിച്ച് ഇങ്ങനെ ഓരോരുത്തർക്ക് മറുപടി പറയുന്നതിന് വരെ നമുക്ക് ടോട്ടലി ആ ഡൗട്ട്സ് ഇങ്ങനെ ഇരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ചിലപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ജസ്റ്റ് കേൾക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഇതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേട്ടാൽ മതി. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രീം സെലക്ഷനെ കുറിച്ചാണ്, റൈറ്റ്? കാരണം ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്ട്രീം ഏതെടുക്കണം എന്നുള്ളതിനെ ആലോചിച്ച് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് തന്നെ ഞങ്ങൾക്ക് മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ കോമന്റുകളായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ റീഷ്ണ എന്നോട് അങ്ങനെ കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾ ചോദിച്ചോ, നമുക്കതിന് മറുപടി പറയണത് പോലെ അത് ഇന്റർവ്യൂ മോഡൊന്നും പോണ്ട, നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ 10th കഴിഞ്ഞുള്ള കുട്ടികൾ സാധാരണ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അത് ട്രെൻഡിങ് പോലെയാണ്. അതായത് സയൻസ് എടുക്കുവാണെങ്കിൽ എന്തിനും പോകാലോ. അതാണ് ഏറ്റവും കൂടുതൽ പേരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും വിളിച്ചാലായിക്കോട്ടെ, സെഷൻസ് എടുക്കുമ്പോഴായിക്കോട്ടെ, നമുക്ക് ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംശയം ഇതാണ്. ഈ സയൻസ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പോകാം, ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് സാധാരണ എല്ലാവരും സയൻസിലേക്ക് പോകുന്നത്. ഇപ്പൊ കോമേഴ്സിലേക്ക് പോയിട്ട് തിരിച്ച് സയൻസിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ സയൻസ് പഠിച്ചിട്ട് പിന്നീട് കോമേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ആ ഒരു ചിന്ത വെച്ചിട്ടാണ് ഈ ചോദ്യം നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുന്നത് 11th ലും 12th ലും എത്തുമ്പോൾ 10th വരെ പഠിച്ച സയൻസ് വിഷയങ്ങളുടെ ബേസ് ആണ് അവിടെ വർക്ക് ആവുന്നത്, അല്ലെ? അപ്പൊ 10th വരെ നമ്മൾ സയൻസ് വിഷയം പഠിച്ചതിൽ ഇപ്പൊ സയൻസും മാത്തും അതിന്റെ അടിസ്ഥാനം അമ്പേ മോശമാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കുട്ടി എന്തും എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് 11th ലും 12th ലും സയൻസ് എടുത്തു കഴിഞ്ഞാൽ കഷ്ടപ്പെടും, നന്നായി കഷ്ടപ്പെടും. കാരണം ബേസ് ഇല്ല, സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോ അത് ഇല്ലാതെ പോകുമ്പോഴാണ് ഈ തോറ്റു പോവുക, അല്ലെങ്കിൽ പകുതി വഴിക്ക് എത്തിയിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരിക. നമ്മൾ എത്ര കേസ് കാണുന്നതാണ് അങ്ങനെയല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10th വരെയുള്ള സയൻസും മാത്സും കുട്ടിയുടെ ഏത് ലെവലിലാണ് കിടക്കുന്നത്. അതിന് പിന്നീട് ഒരു അടിച്ചു പൊക്കി നമ്മൾ പറയില്ലേ, ബേസ് നന്നാകാതെ അതിന്റെ മുകളിൽ നമ്മൾ ബുർജ് ഖലീഫ പണിയാൻ തുടങ്ങി കഴിഞ്ഞാൽ നടക്കില്ല, മറിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോളൂ, ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത്തത് നമുക്ക് ആ വിഷയം പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ 10th വരെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ബേസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് ആ വിഷയം തുടർന്നെടുക്കാൻ ഒരു താല്പര്യമില്ല. അപ്പം അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെയും നമ്മൾ ഉന്തി തള്ളി ഇതെടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ സയൻസിൽ കൊണ്ടുവിട്ടാലും അത് ശോഭിക്കാൻ പോകുന്നില്ല. തന്നെ 10th കഴിഞ്ഞ് ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് സയൻസിന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞു, അയ്യോ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇനി കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ മതി. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റീസെന്റ് ഇങ്ങനെ പറയുന്നുണ്ട്, ലൈക്ക് മെസ്സേജ് ആയിട്ടും ഞാൻ ഇനി എന്താ ചെയ്യുക, ഓൾറെഡി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, വീട്ടിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ദുബായിയുടെ കേസിലാണ് നമുക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10th കഴിഞ്ഞ് ഏപ്രിൽ 7-ാം തീയതിയിട്ടാണ് നമ്മുടെ ദുബായിലെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കൂൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിവിടെ ട്യൂഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ പറയുന്നുണ്ട്, ഇത് ഞാൻ വിചാരിച്ച സയൻസ് അല്ല, നമുക്കിത് നടക്കില്ല എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ട്. അത്രയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ടത് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം തിരിച്ചറിഞ്ഞ് പറയുന്ന പിള്ളേരും ഉണ്ട്. ഇത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, 11th ലും 12th ലും സയൻസ് വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. 10th കമ്പയർ ചെയ്യുമ്പോഴത്തേനും നല്ല ഡീപ്പായിട്ടാണ് സബ്ജക്ട് പോകുന്നത്. അപ്പൊ ഈ 10th വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് 11th നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 10th ശരിക്കും ലാസ്റ്റ് ഒരു 1 or 2 months നമ്മൾ ശരിക്കും എഫേർട്ട് ഇട്ടാലും 10th ഒരു നല്ല പെർസെന്റേജ് ഓഫ് മാർക്കിൽ നമുക്ക് എത്താൻ പറ്റും. കാരണം അത്രേ അതിന്റെ പോർഷൻസ് ഉള്ളൂ. ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ പറയും അത്രയൊന്നും അല്ല, അതിനകത്ത് ഒരുപാടുണ്ടെന്ന്. അത് നിങ്ങൾ 11th ഉം 12th ഉം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് പറയണതാണ്. 10th ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 2 months ശരിക്കും ഒരു എഫേർട്ട് ഇട്ടാൽ പോലും കുട്ടി നല്ല പെർസെന്റേജ് മാർക്കിലെത്തും. പക്ഷെ ദിസ് വിൽ നോട്ട് ഹാപ്പൻ ഫോർ 11th and 12th. ഈ മാജിക് നിങ്ങൾ 11th and 12th എക്സ്പെക്ട് ചെയ്യരുത്. കാരണം 11th and 12th അത്രയും പോർഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ലാസ്റ്റ് 2 മാസം കൊണ്ടിട്ട് നമുക്ക് മാജിക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നടക്കത്തില്ല. അപ്പൊ day 1 മുതൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാൻ ഓക്കെയാണ് എങ്കിൽ
science is going to be absolutely fine for us. ഇവിടെ ഇപ്പം ചില പേരൻസ് പറയാറുണ്ട്, ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ആവുമ്പോഴേക്കും കുറച്ച് നാളായിട്ട് പഠിത്തം കുറച്ച് മോശമായിരുന്നു, പക്ഷെ മോഡൽ എക്സാമിന്റെ ആ ഒരു സമയത്ത് നന്നായിട്ട് എഫേർട്ട് ഇട്ടു, ഒരു 2 months നന്നായി പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. പക്ഷെ 11th പോയപ്പോഴേക്കും ആള് ഭയങ്കര ഡൗൺ ആയി, ആൾക്ക് സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല, ഫിസിക്സ് ഭയങ്കര ടഫാണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു മാം പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ 10th ക്ലാസ്സിന്റെ എഗെയിൻ ദുബായിയുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ക്ലാസ്സുകൾ തുടങ്ങും. ക്ലാസ് തുടങ്ങി ഏകദേശം 1.5 മാസം കഴിയുമ്പോഴാണ് നമുക്ക് പബ്ലിക് എക്സാമിന്റെ റിസൾട്ട്, അതായത് ബോർഡിന്റെ റിസൾട്ട് വരുന്നത്. അപ്പോ ഈ ബോർഡിന്റെ റിസൾട്ടിന് മുന്നേ നമ്മൾ സ്ട്രീം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കുട്ടി പഠിച്ചു തുടങ്ങി. ഈ പഠിച്ചു തുടങ്ങുന്നത് സാധാരണ മോഡൽ എക്സാമിന്റെ, അതായത് മോക്ക് എക്സാം, പ്രീ ബോർഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് പാരന്റ്സ് അത് വെച്ചിട്ട് മാർക്ക് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ മാർക്ക് മാത്രം കണ്ടുകൊണ്ട് തീരുമാനം എടുക്കരുത്. ഓക്കെ, ഈ മാർക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ എഴുതുന്ന ഒരു പരീക്ഷയുണ്ടല്ലോ, ആ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമ്മൾ പറയില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമായിരുന്നു എഴുതി എന്നുള്ളത്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരു ഫൈൻ ഫോർ us. പക്ഷേ ഈ സബ്ജക്ട് നോളജ് അനാലിസിസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കഥയാണ്. നമുക്ക് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കരിയർ ഗൈഡൻസ് നടത്തുമ്പോൾ, പലപ്പോഴും അല്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സബ്ജക്ട് നോളജ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കൂടെ, ഒരു കുട്ടിയുടെ കൂടെ ഒരു 30 minutes നമ്മുടെ ഒരു എക്സ്പേർട്ട് സ്പെൻഡ് ചെയ്യുന്നത് സബ്ജക്ട് നോളജ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം മാർക്ക് വെച്ചിട്ട് 80-ന് ഇത്ര കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ കുട്ടി ആ സബ്ജക്റ്റിൽ സൂപ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺസെപ്റ്റ് എത്രമാത്രം സ്ട്രോങ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇതാണ് ശരിക്കും ആ ബേസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഇത് പൊക്കി കെട്ടാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മാത്രം ഇതിന്റെ അടിസ്ഥാനമല്ല. ഡെഫിനറ്റ്ലി അത് ഒരു ഫാക്ടറാണ്, ബട്ട് ദാറ്റ്സ് നോട്ട് എവ്രിതിങ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണുക. അതെ. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ മാത്സ് പോലെ തന്നെ നമ്മളിപ്പോ PCM കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ PCM എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഇപ്പോൾ റീസെന്റ് ഒരു പേരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവോ. അപ്പൊ അങ്ങനെയൊക്കെ സ്ട്രീം സെലക്ഷൻ ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അത് ശരിക്കും ബാധകമാവോ? കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇല്ലാത്തതുകൊണ്ട് BTechന് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ സാധാരണ എടുത്ത് കണ്ടിട്ടുള്ളത് PCM എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുണ്ട്. ഈ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് സബ്ജക്ട് കോമ്പിനേഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്, അല്ലെ? അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്തിനും പോകാം എന്ന് പറയുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ ആണ് PCMB എന്ന് പറയുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജി. അത് 4 പഠിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് സോർട്ട് ഓഫ് കോഴ്സസിന് പോകുമ്പോൾ എലിജിബിലിറ്റി വൈസ് നമ്മൾ സ്റ്റക്ക് ആവത്തില്ല. അതാണ് അതിന്റെ ഗുണം. പക്ഷെ അതിന്റെ ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സബ്ജക്റ്റും ഈക്വൽ എഫേർട്ട് ഇടേണ്ട സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് പഠിക്കാനായിട്ടുള്ള ഒരു വില്ലിങ്നെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള സബ്ജക്ട് ബേസ് ഇല്ലാത്ത ഒരു കുട്ടി അതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും അത്, ഈ പറയുന്ന 4 സബ്ജക്റ്റുകൾ. അപ്പോൾ ശരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് PCMB തന്നെയാണ് ഗുണം ചെയ്യുക. കാരണം സയൻസിന്റെ തന്നെ, സയൻസ് എപ്പോഴും ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മാത്ത് ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം പഠിച്ചിട്ട് സയൻസിന്റെ റിസർച്ചിലേക്കൊക്കെ ഇറങ്ങാനായി ആഗ്രഹിച്ചാൽ പോലും അവിടെയും നമ്മൾ മനസ്സിലാക്കണം, അവിടെ മാത്ത് കയറി വരും, ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്ത് അതിനകത്ത് കയറി വരും. ഇപ്പൊ നമ്മൾ MBBS എടുക്കണം, PCBA വേണ്ടുള്ളൂ നമുക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പക്ഷെ അവിടെ മാത്സ് ഒരു പരിധി വരെ വരും. എങ്ങനെയാണ്? നമ്മൾ ഒരാൾക്ക് ഒരു മരുന്ന് കൊടുക്കുന്നത് വിചാരിക്കും. ഈ മരുന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇത് ഇത്ര mg ആണ്, റൈറ്റ്? അത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതൊരു ഡോക്ടർ എഴുതി തരുന്നതിൽ നമ്മുടെ വയസ്സ്, നമ്മുടെ വെയിറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പം ഡോളോ ഇത്ര mgയുടേത് കഴിച്ചാൽ മതി. നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുന്ന അത്രയും അളവ് നമ്മൾ കുഞ്ഞുകുട്ടിക്ക് കൊടുക്കത്തില്ല. അപ്പൊ അവിടെ ഒരു സോർട്ട് ഓഫ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഹാർഡ് കോർ മാത്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ മാത്സിന്റെ ഒരു ആപ്ലിക്കേഷൻ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരും. അത് വരാത്തൊരു സാധനം സയൻസ് എടുക്കുമ്പോൾ വരത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ സയൻസ് എടുക്കുമ്പോൾ മാത്സിനോട് ഞാൻ ടോട്ടലി ലൈഫിൽ ടാറ്റ പറയുകയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. സംഭവം നമുക്ക് മാത്ത് അതിനകത്ത് കയറി വരും. അതിപ്പം MBBS എടുത്താൽ പോലും ഇറ്റ് വിൽ ബി ദെയർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കുറെ ഒരു 3-4 വർഷം മുമ്പ് വന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഞാനും ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഡോക്ടർ ഷിജിയും ഞാനും തമ്മിൽ. അതിൽ ഡോക്ടർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കാം.
അപ്പൊ ഇതില് ഈ PCMB മോസ്റ്റ് ജനറിക് കോമ്പിനേഷൻ. പിന്നെ അതിനകത്ത് പിന്നെ രണ്ടാമത് ഞാൻ കണ്ടിട്ടുള്ളത് മാത്ത് അല്ലെങ്കിൽ ബയോളജി അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ മാത്ത് അവോയ്ഡ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് PCB 4th സബ്ജക്ട് വേറെ എന്തോ ഒരു സാധനം. അപ്പോൾ ഈ 4th സബ്ജക്റ്റ് ആയിട്ട് മാത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ടോട്ടലി എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് വിഷയങ്ങൾ നമുക്ക് ഗുഡ് ബൈ ആയി. പിന്നെ നമുക്ക് അതിൽ ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ ആ സാധനത്തിനോട് കംപ്ലീറ്റ് ആയിട്ട് ബൈ പറയാണ്. പക്ഷേ 1-2 പ്രോഗ്രാംസ് ഉണ്ട് മാത്ത് ഇല്ലാതെ ഇത് വരുന്ന തരത്തിലുള്ളതുണ്ട്. പക്ഷെ അത് കുറച്ച് നമ്മൾ പറയില്ലേ റെയർ ആയിട്ടുള്ള കോഴ്സുകളാണ്. ബട്ട് ഐ വിൽ നെവർ അഡ്വൈസ് മാത്ത് ഇല്ലാതെ അങ്ങനത്തെ ഒരു വിഷയങ്ങളിലേക്ക് പോകാനായിട്ട്. മാത്തോട് കൂടി പോകുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പൊ PCB എടുത്തു, മാത്ത് ഇല്ല. അപ്പൊ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് വിഷയങ്ങൾ ആ വഴിക്ക് അങ്ങ് പോയി. രണ്ടാമത് അതിനകത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മാത്ത് അവോയ്ഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? മാത്തിനെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അത് നമ്മുടെ അടുത്ത് വരുന്ന പലരും പറയാറില്ലേ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മാത്തിനൊന്നും ഒഴിവാക്കി തരണം എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന മാത്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പം ഈ കൂട്ടത്തിൽ ഫിസിക്സ് കിടപ്പുണ്ട്. ഫിസിക്സ് ആരാ ആള്? ഫിസിക്സിനകത്ത് ഒരുപാട് മാത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോ മാത്ത് നമ്മൾ ഒഴിവാക്കുമ്പോഴും ആ കണക്ക് എന്ന് പറയുന്ന സാധനം ശരിക്കും ടോട്ടലി ഇവിടെ നിന്ന് പോകുന്നൊന്നുമില്ല. ഏതെങ്കിലും വഴി കയറി വരും. അതായത് ഒത്തിരി പ്രോബ്ലംസിനകത്ത് നമ്മൾ മാത്തിന്റെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. ഇപ്പം ഫിസിക്സിന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ശരിക്കും 11th and 12th ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറിച്ച് പോയാൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഇതിനെ എന്തോരം കണക്കാണ് ഇതിനകത്ത്. കുറെ ആംഗിളുകളും വരകളും കുറികളൊക്കെ ഇത് കളക്ട് ടെക്സ്റ്റ് ആണോ ഫിസിക്സ് ടെക്സ്റ്റ് ആണോ പോലും നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി ഒത്തിരി മാത്ത് ഇതുണ്ട്. അപ്പൊ മാത്തിനെ പേടിച്ചിട്ട് നമ്മള് അവിടെ ഫിസിക്സിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഫിസിക്സ് അവിടെ ഉണ്ട്. അപ്പൊ ഈ മാത്ത് ഒഴിവാക്കി ഫിസിക്സ് എടുത്ത് പോകുമ്പോൾ ഫിസിക്സിന് ഒരുപാട് നേരത്തെ റീഷണൽ ക്വസ്റ്റൻ അതാണ് റൈറ്റ്. ഫിസിക്സിന് ഒരുപാട് പേര് ഫെയിൽ ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. അത് ഈ പ്രശ്നമാണ് അവിടെ പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഫിസിക്സ് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത് മാത്തിനെ നമ്മൾ പേടിച്ചു, മാത്തിനെ ഒഴിവാക്കി മാത്തിന്റെ ആപ്ലിക്കേഷൻ പോലും ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളില്ല. അല്ലെങ്കിൽ അതല്ല നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അവിടെ ഫിസിക്സ് കയ്യിൽ പോകും നമുക്ക്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമ്മൾ എടുത്തത്. മാത്സ് ഒഴിവാക്കി. അപ്പൊ ഞാൻ ഒരു പ്രശ്നം പറഞ്ഞു എഞ്ചിനീയറിംഗ്, രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞു ഈ ഫിസിക്സ് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു ഇത്. ഇനി മൂന്നാമതൊരു പ്രോബ്ലം നമുക്ക് വരുന്നത് നമ്മൾ ഈ PCB എടുക്കുമ്പോഴത്തേനും പ്രധാനമായിട്ടും മെഡിക്കൽ കോഴ്സുകളാണ് നോക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുള്ളത് നീറ്റ് എഴുതിയിട്ട് MBBS പോവാ എന്നുള്ളതാണ്. ഇപ്പൊ നീറ്റ് എഴുതിയിട്ട് പല കോഴ്സുകളും ഉണ്ട് എങ്കിലും, അതായത് BDS, വെറ്റിനറി അല്ലെങ്കിൽ ആയുർവേദം ഒക്കെ ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് നമ്മൾ കണ്ടുള്ളത് MBBS ആണ്. അപ്പൊ ഈ MBBS കിട്ടാണ്ട് വരുമ്പോഴത്തേനും പിന്നീട് വരുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അതായത് ഇപ്പം നമ്മുടെ നഴ്സിംഗ്, BOT ഇങ്ങനെയൊക്കെ പറയാം. ഇതിലൊക്കെ പിള്ളേർ പറയും ഇല്ല എനിക്ക് അങ്ങനത്തെ കോഴ്സുകളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. പിന്നെ കോർ സയൻസ് ആണ് അടുത്ത് കിടക്കുന്ന ഒരു ഓപ്ഷൻ. ആ കോർ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ റിസർച്ച്, കെമിസ്ട്രിയുടെ റിസർച്ച്, അങ്ങനെ ഒരു റിസർച്ച് മോഡിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ് മോഡിലേക്ക് പോകാനുള്ള സാധനം. ഇവിടെ നമ്മൾ ഫിസിക്സ് എടുത്താലും കെമിസ്ട്രി എടുത്താലും ഒക്കെ ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇല്ലാതെ കാര്യം നടക്കില്ല. അവിടെ കണക്ക് എന്തായാലും കയറി വരും. അപ്പൊ നമ്മൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു സബ്ജക്റ്റിനെ പല രീതിയിൽ നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് പഠിക്കാതെ പോകുമ്പോൾ അത് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് MBBS എടുക്കാൻ പറ്റുന്നില്ല, അതായത് നീറ്റ് ക്ലിയർ ചെയ്ത് MBBS അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു അലൈഡിലേക്കോ നമ്മൾ പോകാൻ പറ്റുന്നില്ല എന്ന സിറ്റുവേഷൻ വരുമ്പോൾ മാത്സും കൂടി ഇല്ലാതാവുമ്പോൾ പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന ലെവലിൽ ചിന്തിച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് കുറച്ച് ലിമിറ്റഡ് ആയി പോകും. അപ്പൊ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് മാത്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നെങ്കിൽ ബയോളജി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് എടുത്തു, ബയോ നമ്മൾ അവോയ്ഡ് ചെയ്യും. ബയോ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ആൻഡ് അലൈഡ് ടാറ്റ. പിന്നെ ആ ഭാഗത്തേക്കില്ല. പക്ഷെ 1-2 ഉണ്ട് അവിടെ. നേരത്തെ ഞാൻ എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ ഈ BASLP ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി, അത് ഇപ്പോഴും ഈ PCM എടുത്ത ആളുകൾക്കും അത് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ മോസ്റ്റ്ലി എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ടോട്ടലി ഒരു ഓപ്ഷൻ സ്റ്റക്കായി പോവാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ 4th സബ്ജക്റ്റ് ആയിട്ട് സാധാരണ ആളുകൾ എടുക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. 4th സബ്ജക്റ്റിൽ ഞാൻ കണ്ടുള്ളത് ഒന്ന് സൈക്കോളജി, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഹോം സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IP, AI, ഇത് 3 വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്ട് കോമ്പിനേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ
എന്താണോ നമുക്ക് താല്പര്യം അതിനുള്ളതനുസരിച്ചിട്ട് എടുത്തു പോകാം. ഞാൻ നേരത്തെ മാമിനോട് ചോദിച്ച പോലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ചോദിച്ച പോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വേറെ ഒരെണ്ണം AI. ഓക്കെ. അപ്പോൾ ഒരുപാട് കുട്ടികൾ വിചാരിക്കുന്നത് AI ഇവിടെ പഠിക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ബിടെക്കിന് പോകുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ബിടെക് AI എടുക്കുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് അത്രയും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ അവർക്ക്? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ചോദിച്ചു, അവിടെ നിന്നാണ് ഞാൻ ഈ വഴിക്ക് പോയത്. തിരിച്ചു ഞാൻ വരാം. ഓക്കെ. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ സ്പെസിഫിക്കലി ഈ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത വിഷയങ്ങളിൽ പോകുമ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സബ്ജക്ട് ആണ്. എന്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ EG വരുന്നുണ്ട്. അപ്പോ ഈ EG നമ്മൾ 11th and 12th പഠിക്കും. ഈ EG എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഉള്ളത് ഈ സോളിഡ് ജോമെട്രി, മെഷീൻ ഡ്രോയിങ് ഇങ്ങനെയൊക്കെ പറയുന്ന പല സിലബസുകളുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നത് നമുക്ക് എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പക്ഷെ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് പോകാനേ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്? ഒരിക്കലും ഇല്ല. അതാണ്. അപ്പൊ ഗിവൺ എ ചോയ്സ് നമുക്ക് ആ ഓപ്ഷൻ നമ്മുടെ സ്കൂളിലുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാൻ നമുക്ക് വലിയ താല്പര്യമില്ല, ആൻഡ് ഇതിലാണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ അത് പോയില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനേക്കാളൊക്കെ EG ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരെയെന്നറിയോ? ആർക്കിടെക്ചറിന് പോകുന്ന കുട്ടികളെ. BArchന് പോകുന്നത്. കാരണം BArchന് പോകുന്ന സമയത്ത് നമുക്ക് നാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം എഴുതണം. ഈ നാറ്റയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നാറ്റയ്ക്കകത്ത് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പൊ അത് ശരിക്കും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. ആ ഒരു എൻട്രൻസ് എഴുതാൻ. ഇപ്പൊ നാറ്റയുടെ പരീക്ഷ ശരിക്കും 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എഴുതാം. 12th പോകേണ്ട ആവശ്യമില്ല. അതായത് 11th 12th കേറുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമുക്ക് നാറ്റ എഴുതി റിസൾട്ട് എടുത്ത് വെക്കാം. ആ റിസൾട്ട് 12th കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഇങ്ങനെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ വിഷയങ്ങളിലേക്ക് പോകുന്നവർ എടുത്താൽ കൊള്ളാം, എടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകും. നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് ഞാൻ സംസാരിക്കായിരുന്നു. അപ്പൊ അവർ പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാനും പറ്റും. കാരണം ചില ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒരു 5 to 8 മാർക്സ് സ്കോർ ചെയ്യാം. എന്നാൽ തെറ്റിക്കുകയാണെങ്കിൽ ഫുൾ മാർക്സ് പോകാനും ചാൻസ് ഉള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ നന്നായി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി. അതുപോലെ നാറ്റ ഇപ്പൊ നമുക്ക് കൊമേഴ്സ് എടുക്കുന്നവർക്ക് ഇപ്പം കൊമേഴ്സ് വിത്ത് മാത്സ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ. അത് നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക്. എനിക്ക് തോന്നുന്നു 2019 or 20 ആണ് ആ ഓപ്ഷൻ എടുത്ത് മാറ്റിയത്. പണ്ട് കൊമേഴ്സ് പഠിച്ചിട്ട് അതിൽ മാത്സ് ഒരു ഓപ്ഷണൽ സബ്ജക്ട് ആണ് എങ്കിലും നമുക്ക് നാറ്റ എഴുതിയിട്ട് BArchലേക്ക് പോകാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പ്യൂർലി PCM കോമ്പിനേഷൻ എടുത്ത് ഒരുപാട് പേർക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്. കൊമേഴ്സ് വിത്ത് മാത്സ് ആണെങ്കിൽ നമുക്ക് BArchന് പോകാലോ, ലൈക്ക് പണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ ഇല്ല. അപ്പൊ അതാണ് BArchൽ സംഭവിക്കുന്നത്. പക്ഷെ എഗെയിൻ ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഈ പറയുന്ന പ്രശ്നം ഇന്ത്യയിൽ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാനാണ്. അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ അടിയിലുള്ള കോളേജുകളിൽ, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏത് കോളേജുകളിലും നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ വരുന്ന എല്ലായിടത്തും ഈ പറയുന്ന ഒരു സംഭവം ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും അവിടെ ഈ ഒരു ഡിസൈനിങ്ങിന്റെ ഇതിലാണ് ആർക്കിടെക്ചറിനെ അവർ പ്യൂർലി കാണുന്നത്. അതിനകത്ത് തീരെ ഒരു എഞ്ചിനീയറിംഗിന്റെ അംശം കൊണ്ടുവരാതെ നടത്തുന്ന നാടുകളുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും BArch സയൻസിന്റെ ബേസ് ഇല്ലാതെ പോകാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും ബെറ്റർ ആവുക ഞാൻ പറയുന്നത് അത് ഒരു ഇന്ത്യൻ സിസ്റ്റം തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് ഡിസൈനിങ്ങും മനസ്സിലുണ്ടാവും, ഒപ്പം ഇതെങ്ങനെ കെട്ടിയെടുക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചും കൃത്യമായി നോളജ് വരും. കാരണം ഇത് 2 ആംഗിളിൽ നിന്ന് നമ്മൾ പഠിക്കുമെന്നുള്ളത്. ഒരു എംപ്ലോയർ നമ്മളെ ജോലിക്ക് എടുക്കുമ്പോൾ ഇതെല്ലാം ഒരു 360 ഡിഗ്രിയിൽ അറിയുന്ന ആളെ നമ്മൾ നോക്കില്ല, അതിൽ ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധനം എടുത്തു പോകുന്നത് നല്ലതായിരിക്കും. അതാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും ഈ ഒരു സാധനം. ഇനി നമ്മൾ AI നേരത്തെ ചോദിച്ച AI എടുത്തില്ലെങ്കിൽ നമ്മൾ BTechന് പോകുമ്പോഴത്തേന്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ IP എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും എടുത്തില്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതുപോലത്തെ വിഷയങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആകത്തില്ല. കാരണം എത്രയോ പേര് PCMB എടുത്തിട്ട്, അല്ലെങ്കിൽ PCM സൈക്കോളജി എടുത്തിട്ട്, അങ്ങനെ പല കോമ്പിനേഷൻസും എടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പോകാറുണ്ട്. പക്ഷെ അവിടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു അടിസ്ഥാനം ശരിയാവും. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭയങ്കര ഈ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായ സിലബസ് ആണോ ചോദിച്ചാൽ അല്ല. ഓക്കെ. അങ്ങനെ പ്രശ്നമുണ്ട്. ക്ലിയർ. പക്ഷെ എന്നാലും
എന്തെങ്കിലും ഒരു സാധനമെങ്കിലും നമുക്ക് മനസ്സിലാകും. ഈ ഒരു സാധനം ഫർദർ പഠിച്ചു പോകാനായിട്ട് നമുക്കൊരു താല്പര്യമുണ്ടോ? കുറച്ച് കോഡൊക്കെ എഴുതി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ആ ഒരു ലോജിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ടോ, അത് നമുക്ക് മൊത്തത്തിൽ നമുക്കിത് ദേഷ്യം വരുവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതിന്റെ അടിസ്ഥാനം ക്ലിയർ ആക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എടുത്തില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഫർദർ ഹയർ എഡ്യൂക്കേഷൻ ബിടെക് ലെവലിലോ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബെറ്റർ ഇതിനെ ഒരു സബ്ജക്ട് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോ കുറെ എലക്ടീവ്സ് പറഞ്ഞു, കുറച്ച് വിചിത്രമായ കോമ്പിനേഷൻസ് എന്തെങ്കിലും വരുന്ന കുറച്ച് എണ്ണം മാം എന്ന് പറയും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോഴും സയൻസിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കോമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ സംസാരിക്കും എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരെ നമ്മൾ ഈ സംസാരിച്ചത് ഒരു എങ്ങനെയായാലും ഒരു 15-20 മിനിറ്റ് ആയെന്ന് തോന്നുന്നത് അല്ലെ. ഇതുവരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതുവരെയെങ്കിലും കേട്ടവർ ഇനി ഇതുപോലുള്ള വീഡിയോസ്, അതായത് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ മോഡിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ മോർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്ര വരെയെങ്കിലും കേട്ടു, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നമ്പർ വയ്ക്കാം, ഒരു 19 പേരെങ്കിലും ആ മോർന്ന് കമന്റ് ചെയ്തില്ലെങ്കിൽ അതെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത്രയും സമയം ഇത് ചെയ്യണോണ്ട് വലിയ കഥയില്ല. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്നവർ ഇതുവരെയെങ്കിലും കേട്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ഇതുപോലുള്ളത് നിങ്ങൾ ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർ എന്നൊന്ന് കമന്റ് ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് us an idea that നിങ്ങൾ ഈ ഇങ്ങനത്തെ ലോങ് കോൺവെർസേഷൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ സബ്ജക്ട് കരിയർ റിലേറ്റഡ് ആയതുകൊണ്ട് എല്ലാവർക്കും കേൾക്കേണ്ട ഒരു പീക്ക് സമയമാണ് മാം. മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബിന്റെ അനലിറ്റിക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുത്തിയിരുന്ന് കാണുന്ന ഒരു സമയമാണിത്. അതെ, പക്ഷെ ഇങ്ങനത്തെ വീഡിയോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പരിപാടി ചെയ്യുന്നത്. സോ വി ഡോണ്ട് നോ. അപ്പം നിങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് വേണം ഇനി ഇരുന്ന് സംസാരിക്കണം എന്ന കാര്യം നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മോർ നിന്ന് കമന്റ് ചെയ്യുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് an idea. നമ്മൾ തിരിച്ചു വരാം. നമ്മൾ നിന്നത് വിചിത്രമായ സയൻസ് കോമ്പിനേഷൻ. വിചിത്രമായതെന്ന് പറയുമ്പം ഇപ്പൊ സയൻസിനകത്ത് തന്നെ, അതായത് PCM എക്കണോമിക്സ് ഉണ്ട്. പണ്ട് നമ്മൾ അധികം കേൾക്കാത്ത ഒരു സാധനമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് PCMന്റെ കൂടെ എക്കണോമിക്സ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ കുട്ടിക്ക് ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു താല്പര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് ആൻഡ് അലൈഡിലേക്ക് തിരിയാം. ഇനി ആ മാത്സും എക്കണോമിക്സും ആണ് കുട്ടിക്ക് താല്പര്യം കൂടുന്നത് എങ്കിൽ കോമേഴ്സിന്റെ കോർ സബ്ജക്റ്റിലേക്ക് തിരിയാം. അപ്പൊ രണ്ട് രീതിയിലും തിരിയാം, രണ്ടിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പൊ നമ്മള് PCM കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ PCM സൈക്കോളജിയോ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ കോമേഴ്സിന്റെ ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ ഒരു ടേസ്റ്റ് പോലും നമുക്ക് 11th and 12th ഇല്ല. റൈറ്റ്? അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഈ രണ്ട് സാധനത്തിലേക്കും പോകാൻ യൂസ്ഫുൾ ആകുന്ന തരത്തിലുമാണ് ഈ PCM എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഇപ്പൊ ചില സ്കൂളുകളിൽ കൊടുത്ത് ഞാൻ കാണുന്നുണ്ട്. വളരെ അപൂർവം സ്കൂളുകൾ മാത്രമായിരിക്കും ഇങ്ങനെ കോമ്പിനേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അതങ്ങനെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ CBSE എടുത്ത് നോക്കിയാലും സ്റ്റേറ്റ് സിലബസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ ഈ കോമ്പിനേഷൻസിൽ പ്രത്യേകിച്ച് നമ്മൾ CBSE നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളാണ് ഇതിൽ എന്ത് കോമ്പിനേഷൻ ഏത് തരത്തിൽ കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നു. അവർ ചില വിഷയങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പറയും, ചില വിഷയങ്ങൾ ഓപ്ഷണൽ ആയിട്ട് പറയും. അപ്പൊ അത് ആ സ്കൂളിൽ അതിന് അവൈലബിലിറ്റി ഉണ്ടാവണം. സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല വിഷയങ്ങളുണ്ട്. പക്ഷെ ആ സ്റ്റേറ്റിന്റെ ആ കോമ്പിനേഷൻ ആ സ്കൂളിലുണ്ടോ എന്നുള്ളത് ഒരു വിഷയമാക്കണം. അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മൾ സയൻസിൽ ഇപ്പം കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ CBSE എടുക്കുകയാണെങ്കിൽ നോളജ് പ്രാക്ടീസസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് അതിനകത്ത് കുറച്ച് ആയുർവേദ സംഭവങ്ങൾ, അത് ഇന്ത്യയിലെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ചില കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല സാധനങ്ങളുമാണ് അതിന്റെ സിലബസിൽ വരുന്നത്. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ സയൻസിനകത്ത് തന്നെ ജിയോളജി കയറി വരുന്ന കോമ്പിനേഷൻസ് ഉണ്ട്. അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള റെയർ കോമ്പിനേഷൻസ് ഉള്ള സ്കൂളുകളുണ്ട്. ഇത് പോയിന്റ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ആ കോമ്പിനേഷൻ ഉണ്ടായിക്കൊള്ളണമെന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സിംഗിൾ വിൻഡോ അഡ്മിഷൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ഇടുന്ന സ്കൂളിൽ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടണം. ആ കോമ്പിനേഷൻ വേണം എങ്കിലും നടക്കുള്ളൂ. CBSE സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിംഗിൾ വിൻഡോ അലോട്ട്മെന്റിലല്ല ഉള്ളത്. CBSEക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്കൂളിൽ പോകണം, ആ സ്കൂളിൽ നിന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കണം. ഇത് നമ്മളിപ്പം ഈ സംസാരിക്കുന്നത് ബേസിക്കലി സ്റ്റേറ്റും CBSEയും എടുത്തുകൊണ്ടാണ്. നമുക്ക് IB, GCSE മറ്റേ പരിപാടികളിലേക്ക് പോകണ്ട. ഈവൻ ദോ നമ്മൾ ദുബായിൽ കൂടുതൽ അങ്ങനത്തെ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികം ആൾക്കാരും ഇത് സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ CBSE സിലബസ് ആയിരിക്കും. തീർച്ചയായിട്ടും കൂടുതൽ ഈ വീഡിയോ
കാണാനോ കേൾക്കാനോ ഒക്കെ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ സയൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. സോ ഇത് എന്ത് കോമ്പിനേഷൻ എടുത്താലും ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്, വി ഷുഡ് ഹാവ് എ പ്ലാൻ എ, ബി ആൻഡ് സി. അത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും. നിങ്ങൾ പ്ലാൻ എ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ ആക്കി വെച്ചോ, ആ പാത്ത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോ. പക്ഷെ ഓൺ ദ ഗോ ഇഫ് യു ഫീൽ ദാറ്റ് ലൈക്ക് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ്, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ ഒരു പ്ലാൻ ബി ഉണ്ടാവണം. ആ പ്ലാൻ ബി നടന്നില്ലെങ്കിൽ ഒരു പ്ലാൻ സിയും ഉണ്ടാവണം. അങ്ങനെ ഒരു 3 പ്ലാൻ വെച്ചിട്ട്, 3 പാത്ത് വേ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. ഇപ്പൊ നമ്മൾ കരിയർ ഗൈഡൻസ് നടത്തുമ്പോഴായാലും നമ്മൾ എപ്പോഴും ഒരു 3 പാത്ത് വേ എങ്കിലും പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് ഏറ്റവും നന്നാവുക. പക്ഷെ അതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം പ്ലാൻ ബി ഓപ്പറേറ്റ് ചെയ്യുക. ആ പ്ലാൻ എ പ്രശ്നം വരാൻ സാധ്യത എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സബ്ജക്ട് സ്കോർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വരും. കുട്ടിക്ക് അത് പഠിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ കുട്ടി പഠിക്കുന്നില്ല, മനഃപൂർവ്വമായി ഒരു ഉഴപ്പൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുരുങ്ങി പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സ്വിച്ച് ചെയ്യേണ്ടത് എന്തിലേക്കാണ് എന്നുള്ളതും നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. പ്ലാൻ എ തന്നെ ആയിരിക്കും എപ്പോഴും ഐഡിയൽ പ്ലാൻ. പക്ഷെ ഇല്ലെങ്കിൽ ദർ ഷുഡ് ബി എ പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി. അപ്പോൾ ഇവർ എന്തെടുത്താലും സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, യു ഷുഡ് ഓൾവേസ് ഹാവ് എ പ്ലാൻ എ, ബി ആൻഡ് സി. ഇതില്ലാതെ വരുമ്പോഴാണ് ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കോമ്പിനേഷൻ സെലക്ടീവ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു കരിയറിന് ആവശ്യം നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൃത്യമായിട്ട് ചൂസ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ പിന്നീട് കഷ്ടപ്പെടുന്നത്. അവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ ഞാൻ നേരത്തെ ആദ്യം ചോദിച്ചതുപോലെ സയൻസ് എടുത്താൽ എന്തിനും പോകാമല്ലോ എന്ന് വെച്ചെടുത്ത് അവസാനം ആകുമ്പോൾ മൊത്തത്തിൽ കുളമാണ്. ശരിയാണ്. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ഈ ഗ്രാഫ് ഏറ്റവും പൊങ്ങി നിൽക്കുന്നത് ഏത് മാസങ്ങളിലാണ്? മാർച്ച്, ഏപ്രിൽ. മാർച്ചില് അതിങ്ങനെ പതുക്കെ കയറാൻ തുടങ്ങുന്നത്. മാർച്ച് ടുവേർഡ്സ് ദി എൻഡ് ആണ് ആളുകൾ എത്തില്ല. ബട്ട് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന പോലെ പോകും. പിന്നെ അതിങ്ങ് നേരെ താഴേക്ക് വരും. അപ്പൊ ഇത് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുന്നത്. അന്ന് വരെ ആലോചിക്കുന്നതേ ഇല്ല. ഇത് ആലോചിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ വന്നിട്ട് ഇങ്ങനെ നമ്മൾ കമന്റ് ഇടുകയാണ്, ഞാൻ ഇന്നത് പഠിച്ചു, അടുത്തിന് എന്ത് ചെയ്യണം. യു ക്യാൻ ഗിവ് ആൻ ആൻസർ ഫോർ ദാറ്റ് അൺടിൽ ആൻഡ് അൺലെസ് യു നോ ദ പേഴ്സൺ വെൽ. ഇല്ലേ? ഒരു കുട്ടി എത്ര യൂട്യൂബ് കമന്റ്സ്, യൂട്യൂബ് ഞാൻ തന്നെയാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ തന്നെയാണ് കുത്തിയിരുന്നത് ഓരോന്നിനും മറുപടി കൊടുക്കുന്നത്. അപ്പോ ഇതിനകത്ത് കുട്ടികൾ വന്നിട്ട് ഞാൻ ഇപ്പം 12ാം ക്ലാസ് ഇന്ന വിഷയങ്ങൾ പഠിച്ചു, അടുത്തിന് ഞാൻ എന്തെടുക്കണം, ഞാൻ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇനി ഏത് സ്ട്രീം എടുക്കണം. അതെ, ഇത് ചോദിക്കുന്നതിന് റീസൺ എന്താണ്? ലാസ്റ്റ് മിനിറ്റിലാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അന്ന് വരെ ഇത് ആലോചിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇപ്പോൾ നമ്മളെ പോലത്തെ കരിയർ എക്സ്പെർട്ടിനെ കാണണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു ഫീസൊക്കെ കൊടുത്തിട്ട് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സാരില്ല. അപ്പം നമ്മളടക്കം തന്നെ എന്തോരം ഇൻഫർമേഷൻ യൂട്യൂബിൽ വെറുതെ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 1000-ലധികം വീഡിയോസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ പറയും ഇത്രയധികം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രയധികം നമുക്ക് എവറിഡേ നമുക്ക് കണ്ടന്റ് ആണ്. നമ്മൾ എന്താ പറയാ, ചിലപ്പോൾ നമുക്ക് ഓരോ മിനിറ്റിലും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അത്രയധികം ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം അത്രയും അധികം എന്താ പറയാ ആൾക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ അത് മെനക്കെട്ടിരുന്ന് കാണണം. അത് കാണാതെ പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും അതൊരു ശരിക്കും ഒരു ട്രബിളാണ്. അത് ഒന്നും മെനക്കെട്ട് പോയി തപ്പിയെടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും ഒരു ഷോർട്ട് വീഡിയോ നിർബന്ധമായിട്ടും പോകുന്നുണ്ട്, മുടക്കാതെ നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ എങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇരുന്ന് കരിയർ റിലേറ്റഡ് വീഡിയോ കണ്ടാൽ മതി. ഇത് ഒറ്റ ദിവസം കൊണ്ടിരുന്ന് കാണാൻ ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഡെയിലി ഒന്നൊന്ന രീതിയിൽ ഒരു 10ാം ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ടെങ്കിലും നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ then it is always better that you meet a career expert in person so that they will guide you better. അവർക്ക് നിങ്ങളെ വളരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സ്ട്രീമിലോട്ട് വരാം. യെസ്, നമ്മൾ സയൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി കോമേഴ്സിലോട്ട് വരുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുകയാണ് കോമേഴ്സ് വിത്ത് മാത്സ് എടുക്കണോ, മാത്സ് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ ഞാൻ കോമേഴ്സിലേക്ക് വന്നത്, അപ്പോഴും ഞാൻ മാത്സ് എടുക്കണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഭയങ്കരമാണെന്നാണ് ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ. മാത്സ് നമ്മൾ നേരത്തെ PCMB പറഞ്ഞില്ലേ, സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജിയാണ് എന്തിലേക്കും പോകാൻ ഉതകുന്ന തരത്തിൽ ബേസ് സെറ്റ് ആവുന്നതും എലിജിബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആവുന്നതും നമ്മൾ പറഞ്ഞു. അതേ സാധനം കോമേഴ്സിൽ നോക്കുകയാണെങ്കിൽ അത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, മാത്സ് ആണ്. എലിജിബിലിറ്റി വൈസ് എന്തെങ്കിലും പോകാന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ CA ആകണമെന്ന് ആഗ്രഹിച്ചാലും ഹ്യൂമാനിറ്റീസ് ബേസ് ഉള്ളവർക്കും എലിജിബിലിറ്റി വൈസ് കയറി പോകാൻ പറ്റും.
പക്ഷേ സബ്ജക്റ്റിന്റെ ബേസ് സ്ട്രോങ് ആയി നമ്മൾ ഈ വിഷയത്തിലേക്ക് എൻ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് വി ഗോ അഹെഡ് വിത്ത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് മാത്തമാറ്റിക്സ്. അതാണ് നമുക്ക് ബെറ്റർ ആവുക. CA ആയിക്കോട്ടെ, ACCA ആയിക്കോട്ടെ. എഗെയിൻ ഞാൻ ആവർത്തിക്കുന്നു, എലിജിബിലിറ്റി വൈസ് മാത്സ് ഒരു നിർബന്ധമേ അല്ല. പക്ഷെ പഠിക്കണമെങ്കിൽ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു സ്ട്രോങ് സാധനം കിട്ടുന്നത് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലാണ്. എഗെയിൻ ഇത് പഠിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷെ പഠിച്ചാൽ നന്ന് അതൊന്നും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നാണ്. കൊമേഴ്സ് എടുക്കുന്നവർക്ക് മാത്സിൽ തന്നെ 2 ഓപ്ഷൻ ഇല്ലേ? അത് ചില സ്കൂളുകളിൽ സയൻസുകാർ പഠിക്കുന്ന സെയിം മാത്തമാറ്റിക്സ്, അതിനെ നമ്മൾ ജനറലി മാത്സ് എന്ന് വിളിക്കുന്ന സംഭവം, അത് തന്നെയാണ് കോമേഴ്സുകാർക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ. ബട്ട് ചില സ്കൂളിൽ അപ്ലൈഡ് മാത്സ് ഉണ്ട്. ഈ അപ്ലൈഡ് മാത്സ് ഇസ് ഡിഫറെന്റ് ഫ്രോം ദി അതർ മാത്സ്. അപ്പൊ അതിൽ ചിലർ വിചാരിച്ചു വെച്ചേക്കുന്നത് ഈ അപ്ലൈഡ് മാത്സ് സയൻസിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ പഠിക്കാറില്ല. ഇല്ല, അപ്ലൈഡ് മാത്സ് കോമേഴ്സിന്റെ ഗ്രൂപ്പിലാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ചിലർക്ക് അത് ഈസി ആണെന്നൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. Absolutely right. അത് നമുക്ക് തന്നെ എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മറ്റേ മാത്സ് പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അപ്ലൈഡ് മാത്സ് എടുക്കുന്ന. ഒരിക്കലും അല്ല. ഇതിനകത്ത് there is nothing called പാട് ആൻഡ് എളുപ്പം. അതല്ല അവിടെ സംഭവിക്കുന്നത്. സയൻസിന്റെ മാത്സിലുള്ള വിഷയങ്ങൾ, അതിനകത്ത് യൂണിറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രിഗ്നോമെട്രി ഒക്കെ നല്ല ഹാർഡ് കോർ ആയിട്ട് പോകും, ജോമെട്രി നല്ല ഹാർഡ് കോർ ആയിട്ട് പോകും. പക്ഷേ നമ്മൾ അപ്ലൈഡ് മാത്സ് എടുക്കുമ്പോഴത്തേനും നമുക്ക് ട്രിഗ്നോമെട്രിയുടെ പോർഷൻസ് വരുന്നില്ല. ജോമെട്രി ഉണ്ട് കേട്ടോ അപ്ലൈഡ് മാത്സിൽ, ബട്ട് നോട്ട് ടു ദ ലെവൽ ഓഫ് മറ്റത്. പിന്നെ വേറെന്നത് അപ്ലൈഡ് മാത്സിൽ ഇവിടെ ഇത് കുറയുന്നുവെങ്കിലും, അതായത് ട്രിഗ്നോമെട്രി ജോമെട്രി പോർഷൻസ് പോവുകയാണെങ്കിലും നമുക്ക് അധികമായിട്ട് വരുന്ന ചില പോർഷൻസ് അപ്ലൈഡ് മാത്സിൽ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഫൈനാൻഷ്യൽ മാത്തമാറ്റിക്സ് അതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. കൂടുതലാണ്. കൂടുതൽ പറഞ്ഞാൽ മറ്റതിലതില്ല, ഇവിടെ അത് വരും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ പഠിക്കുന്ന സ്റ്റാറ്റ് അല്ല ഇവിടുത്തെ സ്റ്റാറ്റ് നല്ല കോറിലേക്ക് ഇറങ്ങും. പിന്നെ ഈ അപ്ലൈഡ് മാത്സിന്റെ ടോപ്പിക്കില് ഈ നമ്മള് ചില മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ ഈ സ്കോളർഷിപ്പ് ലെവലിലൊക്കെ എഴുതുന്ന ഏജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കാലണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടൈം ബേസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ കുറച്ച് ട്രിക്കി ആയിട്ട് സോൾവ് ചെയ്യേണ്ട, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലാണ് കിടക്കുന്നത്. അതിൽ ഒരെണ്ണം ബുദ്ധിമുട്ടും മറ്റത് എളുപ്പവും എന്നതല്ല കോൺസെപ്റ്റ്. അവിടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ 11th 12th മാത്ത് ചൂസ് ചെയ്യണം എന്നാണ്. അല്ലാതെ അത് ഈസി ഇത് ഡിഫിക്കൽട്ട്, ദാറ്റ് ഇസ് നോട്ട് ദ ക്രൈറ്റീരിയ. ഇല്ല, അങ്ങനെ ചിന്തിക്കരുത്. അതുപോലെ എക്കണോമിക്സ് ഒക്കെ പിന്നെ ഹയർ പോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഈ സ്ട്രീം എടുക്കുമ്പോൾ മാത്സ് നിർബന്ധമാണെന്ന് ഞാനിങ്ങനെ മാം തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചില പ്രീമിയർ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ 11th 12th മാത്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വെച്ചാൽ എക്കണോമിക്സ് നമ്മൾ ഹയറിൽ എടുക്കുമ്പോഴത്തേനും എക്കണോമിക്സിൽ ശരിക്കും മാത്സിന്റെ നല്ല ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ മാത്സ് നമ്മൾ തൊടാതെ പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എക്കണോമിക്സ് പഠിക്കുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. എക്കണോമിക്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴേ ആ പറയുന്ന മാത്സിന്റെ ഒരു ബേസ് കൂടെ ബിൽഡ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അത് നമുക്ക് നല്ല പ്രീമിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ ഹെൽപ്ഫുള്ളും ആണ്. ഓക്കെ. അതുപോലെ മാം ഈ അപ്ലൈഡ് മാത്സ് കുറെ യൂണിവേഴ്സിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കുറച്ച് പേരൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ NEP-യുടെ ഇംപ്ലിമെന്റേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പൂർണ്ണമാകുന്നതോടുകൂടി ഈ അപ്ലൈഡ് മാത്സ് എല്ലാ സ്ഥലത്തും അക്സെപ്റ്റഡ് ആകും. ഹൗവർ ഇപ്പം ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി ഉണ്ട് എങ്കിൽ കൈൻഡ്ലി ചെക്ക് വിത്ത് ദാറ്റ് യൂണിവേഴ്സിറ്റി ദാറ്റ് നമ്മൾ എടുക്കുന്നത് അപ്ലൈഡ് മാത്ത് ആണ്, അത് ഓക്കെ ആണോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ വേറെ എന്തൊക്കെയാണ് കോമ്പിനേഷൻസ്? നമുക്ക് നേരത്തെ നമ്മൾ സയൻസിലെ വിചിത്ര കോമ്പിനേഷൻസ് പറഞ്ഞ പോലെ കോമേഴ്സിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്? കോമേഴ്സിനകത്ത് പിന്നെ വരുന്നത് മാർക്കറ്റിംഗ്, ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്, സൈക്കോളജി കോമേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, IP വരുന്നുണ്ട്, AI വരുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറെ കോമ്പിനേഷൻസ് കോമേഴ്സിന്റെ ഓറിയന്റേഷനകത്തും വരുന്നുണ്ട്. പിന്നെ എഗെയിൻ നമ്മളാണ് ഇതിനെ സയൻസ് ഇത്, കോമേഴ്സ് ഇത്, ഹ്യൂമാനിറ്റീസ് ഇത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ശരിക്കും എന്താണ് CBSE സംബന്ധിച്ചിടത്തോളം 4 സബ്ജക്ട് 1 ലാംഗ്വേജ്, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 സബ്ജക്ട് 2 ലാംഗ്വേജ്. ഈ ഒരു മോഡലാണ് ഇത് പോകുന്നത് എന്നുള്ളതേ ഉള്ളൂ. 4 സബ്ജക്റ്റ് ആണ് ഇതിനകത്ത് കോർ
കാര്യം. ഈ 4 സബ്ജക്റ്റിനെ ചേർത്തിട്ട് ഇപ്പം കൊമേഴ്സിൽ തന്നെ എക്കണോമിക്സ് ഇല്ലാതെ നമുക്ക് കൊമേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പം അതിന് ഇനി സയൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ PCM എക്കണോമിക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് സയൻസ് എന്ന് വിളിക്കോ കോമേഴ്സ് എന്ന് വിളിക്കോ? അപ്പൊ ഈ ഒരു പേരിടലൊക്കെ അവിടെ നിൽക്കട്ടെ, ഏത് 4 സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത്? പക്ഷെ അഗൈൻ നമ്മൾ സംസാരിക്കുമ്പോഴും ഇനിയും നമ്മൾ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആളുകൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത്, ഈസി ആയിട്ടുണ്ടാവുക. അപ്പൊ കൊമേഴ്സിനകത്തും ഇങ്ങനെയുണ്ട്. ഈവൻ അക്കൗണ്ടൻസി ഇല്ലാത്ത കോമേഴ്സ് ഉണ്ട്. അതിന് കോമേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ആലോചിക്കേ. അത് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലേ ദുബായിലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ലിസ്റ്റുകളിൽ അക്കൗണ്ടൻസി മാൻഡേറ്ററി അല്ലാത്ത, എന്നാൽ അവരതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമേഴ്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ആകാം. അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. 4 സബ്ജക്ട് സൂക്ഷിച്ചും കണ്ടും തിരഞ്ഞെടുക്കുക. അതാണ് നമ്മളിപ്പോ സൈക്കോളജി, നമ്മൾ സബ്ജക്ട് വിട്ടുമാറുമെന്ന് എനിക്കറിയില്ല. നമ്മൾ സൈക്കോളജി പറഞ്ഞു. സൈക്കോളജിയാണ് ഹയർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ UG സൈക്കോളജി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ലൈക്ക് കോമേഴ്സ് വിത്ത് സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിത്ത് സൈക്കോളജി, സയൻസ് വിത്ത് സൈക്കോളജി, ഇത് ഏത് കോമ്പിനേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് കോമ്പിനേഷനിൽ സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹയറിന് സൈക്കോളജി എടുത്ത് പോകാം. അത് BSc സൈക്കോളജി തന്നെ നമുക്ക് എടുക്കാം. ആ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ സൂൺ അത് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതായത് BSc സൈക്കോളജി കംപ്ലീറ്റ്ലി, അത് BSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ക്ലിനിക്കൽ സൈക്കോളജി റേഞ്ചിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെ പോകേണ്ടത്. അപ്പോൾ ഒരു ഹാർഡ് കോർ സൈക്കോളജിസ്റ്റ് ആകണം എന്നാണ്. ഇത് സൈക്കോളജി നമ്മൾ പഠിക്കുന്ന എല്ലാവരും സൈക്കോളജിസ്റ്റ് അല്ല ആവുക. ചിലരെന്ന് പറയുന്നത് സൈക്കോളജി പഠിച്ചതിന് ശേഷം ചിലപ്പം HR പോലുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ തിരിയും. ചിലരിപ്പം റീറ്റെയിൽ സൈക്കോളജി അല്ലെങ്കിൽ ബിഹേവിയറൽ അല്ലെങ്കിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സൈക്കോളജി അങ്ങനെയൊക്കെ എല്ലാവരും ഈ പേഴ്സണൽ കൗൺസിലിംഗിലേക്കൊക്കെ ഒന്നും അല്ല തിരിയാൻ പോകുന്നു. പക്ഷെ പക്ക കൗൺസിലിംഗിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പോകുന്നത് തന്നെയാണ് ബെറ്റർ ആവുക അല്ലെ. പക്ഷെ അതല്ലാത്തതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു കോർപ്പറേറ്റ് ലോകത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജി ബേസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബാച്ചിലർ സൈക്കോളജി എടുത്തിട്ട് മാസ്റ്റേഴ്സിൽ MBA മറ്റോ പോകാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അവർ 11th and 12th സയൻസ് തന്നെ പഠിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. അത് കൊമേഴ്സിന്റെ ഭാഗമായിട്ടോ ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ടോ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൈൻ. അതിൽ വെരി സൂൺ നമുക്ക് കാര്യമായ ചേഞ്ചസ് ഇന്ത്യയിൽ തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വന്നായിരുന്നു. പക്ഷെ ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല. ഇംപ്ലിമെന്റേഷൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ അത് പറഞ്ഞു എല്ലാവർക്കും. അത് വന്നിട്ടില്ല. കറക്റ്റ് നിയമങ്ങൾ എല്ലായിടത്തും പാലിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നില്ല. ബട്ട് ഈ ഒരു പോയിന്റ് ഞാൻ ഈ പറഞ്ഞ ഒരു സാധനം മനസ്സിൽ വെക്കണം, നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ സയൻസ് അതുപോലെ കോമേഴ്സ് പറഞ്ഞു. നമ്മൾ ഹ്യൂമാനിറ്റീസിലോട്ട് വരുമ്പോഴേക്കും പലപ്പോഴും കുട്ടികൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ അത് രണ്ടും എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. എന്തൊക്കെ വൈഡ് ഓപ്ഷൻസ് ആയിരിക്കും ഈ ഒരു സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക? ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ബേസിക്കലി അതിനകത്ത് വരുന്ന സബ്ജക്ട്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സോഷ്യോളജി, പിന്നെ ഓൺടർപ്രണർഷിപ്പ്, മാർക്കറ്റിംഗ്, ഫിലോസഫി, പെയിന്റിങ്, ഡാൻസിങ്, ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഗാന്ധിയൻ സ്റ്റഡീസ്, ലീഗൽ സ്റ്റഡീസ്. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴത്തേനും CBSE സ്റ്റേറ്റിനെ അവയിലൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇതിൽ ചില സബ്ജക്ട്സ് CBSE-ലുള്ളതാണ്, ചില സബ്ജക്ട് സ്റ്റേറ്റിന് മാത്രമുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല കോമ്പിനേഷൻസും ഉണ്ട്. ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോഴായാലും എഗെയിൻ പ്ലാൻ ABC വർക്ക്ഔട്ട് ചെയ്യാതെ ഹ്യൂമാനിറ്റീസിലേക്ക് പോകരുത്. ഹ്യൂമാനിറ്റീസിലേക്ക് നല്ല ഒന്നിലേക്കും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിൽ ഹ്യൂമാനിറ്റീസിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ, നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ലോ ഒരു ഓപ്ഷനാണ്. നമുക്ക് ലോ എടുക്കുമ്പോഴത്തേനും എഗെയിൻ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് 11th and 12th പഠിക്കുകയാണെങ്കിൽ ക്ലാറ്റ് ക്ലിയർ ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ അത് പഠിച്ചില്ല എങ്കിൽ ക്ലാറ്റ് ക്ലിയർ ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് അത് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറൊന്ന് വരുന്നത് ലോ ഉണ്ട്, പിന്നെ മീഡിയ ആൻഡ് ജേർണലിസം, ആ ഒരു ജോണറിൽ വരുന്ന കോഴ്സുകൾ, ഡിസൈനിങ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലുള്ള കോഴ്സുകൾ. ഇതില് ആകെ നമ്മൾ IIT-യിൽ ഏതോ ഇതിനകത്തൊരു വരുന്ന ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ഉണ്ട്. ആ ഒരു അത് എല്ലാ IIT-കൾക്കും അത് നിർബന്ധമല്ല. ആ പ്രോഡക്റ്റ് ഡിസൈൻ വരുന്ന സ്പെസിഫിക്കലി ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈനിങ്, അവർക്ക് മാത്രം സയൻസ് കോമ്പിനേഷൻ ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഈവൻ IIT-യിലുള്ള പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൽ പോലും നോൺ സയൻസ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ BE ഡിസൈനിങ് കോഴ്സ്, അതിൻ്റെത് അതിൽ ഒത്തിരി സ്പെഷ്യലൈസേഷൻ ഇല്ലേ, UI UX, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ, സ്പേസ് ഡിസൈനിങ്, എക്സിബിഷൻ ഡിസൈനിങ്, അത് ആ ജോണറിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഹ്യൂമാനിറ്റീസ് ഇസ് മോർ ദാൻ എനഫ്. ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമാനിറ്റീസ് ഒരു ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സയൻസ് എടുക്കുന്ന അത്രയും ടൈം ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹ്യൂമാനിറ്റീസ് പഠിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത്രയും ടൈം വേണ്ട എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്ട്രാ ടൈം വിച്ച് എവർ ദാറ്റ് ഇത് കിട്ടുന്നത് അതിന് നമുക്ക്
നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ എന്തെങ്കിലും എൻട്രൻസ് പരീക്ഷകൾ ഉണ്ട് എങ്കിൽ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും 11th തൊട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ടൈം പ്രോപ്പർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ഗുണമാണ്. പിന്നെ ഒരു കുട്ടി ഇപ്പൊ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം, ഇതൊരു PSC പരീക്ഷ എഴുതിയിട്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്ത് ബാങ്കിൽ ജോലിക്ക് കയറണം, ഇങ്ങനെയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു SSC CGL ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ UPSC ക്ലിയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പല കോഴ്സും പഠിക്കും, എന്നിട്ട് അവസാനം PSC കോച്ചിങ്ങിന് പോകും. പക്ഷേ 11ാം ക്ലാസ്സിലെ കുട്ടി തീരുമാനിക്കാൻ എനിക്കൊരു ഗവൺമെന്റ് ജോലിയാണോ വേണ്ടത്, എന്ത് ചെയ്യണം? ഹ്യൂമാനിറ്റീസ് എടുക്കുക. ഓക്കെ. എന്നിട്ട് അവിടെ മുതൽ കൃത്യമായി ഓരോ ദിവസവും ഒരു സമയം മാറ്റിവെച്ച് ആ സമയം ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഒരിടത്ത് പോയി പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഇന്റർനെറ്റിൽ തന്നെ ഒരുപാട് സോഴ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ പഠിക്കുന്നെങ്കിൽ അങ്ങനെ പഠിക്കുക. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയി പഠിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഗൈഡഡ് കോച്ചിങ് ആണ്. ഒരു മെന്ററെ നമ്മളെ കൊണ്ടുപോകും, ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ കൊണ്ടുപോകും. നമ്മുടെ ബെസ്റ്റിനെ പുറത്തേക്ക് എടുക്കാൻ നല്ല സ്ഥാപനമാണെങ്കിൽ അവർ ശ്രമിക്കും. അങ്ങനെയുള്ള ഗുണങ്ങൾ അതിന് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളുടെ സാമ്പത്തിക ഇതനുസരിച്ചും ഒക്കെ നിങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഡെയിലി ഒരു സമയം മാറ്റി വെച്ച് കൃത്യമായിട്ട് 11ാം ക്ലാസ് മുതൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ ആലോചിച്ച് നോക്ക്. അത് 12th കഴിയുമ്പോൾ മുതൽ അതിന് എഴുതാൻ എക്സാംസ് ഉണ്ട്. ബട്ട് ബെറ്റർ ഡിഗ്രി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ ഹയർ പോസ്റ്റുകളിലേക്ക് എത്താനുള്ള പല പരീക്ഷകളും നമുക്ക് എഴുതാൻ പറ്റും. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് 2 വർഷത്തെ +2 പഠിച്ച സമയം, 3-4 വർഷം ഡിഗ്രി പഠിച്ച സമയം, മിനിമം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 5 വർഷം. ഈ 5 വർഷം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കുട്ടി കാര്യമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു സാധനം പറഞ്ഞു കൊടുത്താൽ, ഇപ്പൊ ഇത് നമ്മളെ കേൾക്കുന്നവർ തന്നെ ഇതിനെ എങ്ങനെയൊക്കെ കമന്റ് ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനത് പറയുന്നത് അതാണ് ആഗ്രഹമെങ്കിൽ ദയവ് ആദ്യമേ തുടങ്ങുക. നിങ്ങൾ ഒരുപാട്, അതായത് ഒരു കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല സബ്ജക്റ്റുകൾ, അതിൽ നമ്മൾ എടുത്തു കാണുന്നത് BTech ആണ് അല്ലെ. എത്ര പിള്ളേരാണ്, അവർക്കത് താങ്ങൂല. പക്ഷെ പാരന്റ്സ് അതിനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് BTech കൊണ്ടുവിടും. സപ്ലി അടിച്ച് സപ്ലി കൊണ്ടൊരു കൊട്ടാരം കെട്ടി ഒരവസ്ഥയിലേക്ക് നമ്മുടെ പിള്ളേർ ചെന്നെത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴികളിലൂടെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ടി വീണ്ടും വിടുകയാണ് ഏതിന്? ബാങ്ക് കോച്ചിങ്. വല്ല കാര്യമുണ്ടോ? അതെ, ഇത് ആദ്യമേ കറക്റ്റ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകില്ലേ? അപ്പൊ ഇതൊക്കെ ഉദ്ദേശിക്കുന്നവര് 11th നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ടൈം ഫോർ. ഇനി ഒരു കാര്യം, ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, ആരാംസെ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയിൽ പോയിട്ട് ആരും ഹ്യൂമാനിറ്റീസ് എടുക്കുക. എനിക്കൊന്ന് പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. നേരത്തെ എനിക്കൊന്നും ഇപ്പൊ കുറച്ച് മാറ്റം വന്നൊന്നും അറിയില്ല. നേരത്തെ എല്ലാവരും നന്നായി പഠിക്കുകയാണെങ്കിൽ സയൻസ് വിത്ത് മാത്സ് അങ്ങ് വിടാം, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് താഴെ കൊമേഴ്സ്. ഒന്നും പഠിക്കാത്ത ആൾക്കാരാണ് ഹ്യൂമാനിറ്റീസിന് പോകുന്നതിനുള്ള ധാരണ എനിക്ക് തോന്നുന്നു സ്റ്റിൽ പല പേരൻസിന്റെ മനസ്സിലതുണ്ട്. ചില കുട്ടികൾ ഇപ്പം ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ പേരൻസ് പറയുന്നത് ഇവർക്ക് നല്ല മാർക്കുണ്ട്, അല്ലെങ്കിൽ ഇവന് നല്ല മാർക്കുണ്ട്, സോ സയൻസ് എടുക്കുന്നതല്ലേ ബെറ്റർ, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് എന്നുള്ളത്. എനിക്കൊന്ന് ഈവൻ ടീച്ചേഴ്സിന്റെ ഇടയിൽ പോലും അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് ശരിയാണ്, അതിപ്പോഴും അത് തുടരുന്നുണ്ട്. പക്ഷെ പണ്ടത്തെക്കാളും ഇച്ചിരി മാറ്റം പറയുന്നത് അത്രയുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ആണെന്ന് ചിന്ത പലരിലും ഉണ്ട്. ഹ്യൂമാനിറ്റീസിൽ പ്രധാനപ്പെട്ട വേറൊരു സാധനം ഹിസ്റ്ററിയാണ്. നേരത്തെ ഞാൻ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഹിസ്റ്ററി പറഞ്ഞില്ല തോന്നുന്നു. ഹിസ്റ്ററി മാൻഡേറ്ററി ഒന്നുമല്ല, ഹിസ്റ്ററി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചിലരുടെ മനസ്സിലൊരു ധാരണയുണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി അതിൽ മാൻഡേറ്ററി സബ്ജക്റ്റ് ആണ്. ഹിസ്റ്ററി ഇസ് നോട്ട് എ മാൻഡേറ്ററി സബ്ജക്ട് ഇൻ ഹ്യൂമാനിറ്റീസ്. നമ്മുടെ സ്കൂളിൽ ആ കോമ്പിനേഷനകത്ത് അത് മാൻഡേറ്ററി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹിസ്റ്ററി വിൽ കം ആസ് എ മാൻഡേറ്ററി സബ്ജക്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയും നമുക്കത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം സോഷ്യോളജി, ഓൺട്രപ്രണർഷിപ്പ്, ആ റേഞ്ച് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഹിസ്റ്ററി മാത്രം എടുക്കണം, അതിനകത്ത് മാൻഡേറ്ററി ഒന്നും അല്ല. 10ാം ക്ലാസ് വരെ ഹിസ്റ്ററി പഠിച്ച് ചിലർ ഹിസ്റ്ററിയെ വെറുത്തിട്ട് പിന്നെ പറയാറുണ്ട് ഹിസ്റ്ററി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് പോകുന്നു. അങ്ങനത്തെ ഒരു ചിന്തയിലൊന്നും പോകേണ്ട ഇതില്ല. അപ്പം ഹ്യൂമാനിറ്റീസ് നമ്മൾ വിഷയങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതി ഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പരീക്ഷാ പേപ്പർ ഇപ്പം സയൻസിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോർമുല, അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടി നമുക്ക്. പക്ഷേ നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ സോഷ്യോളജി ഒക്കെ എഴുതുമ്പോൾ അതിനൊരു നിഷ്ഠായ ഒരു എഴുത്തിന്റെ രീതിയുണ്ട്. അതിലെ പോയിന്റുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട രീതി, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്.
അത് കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാർക്ക് കിട്ടത്തില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇത് എഴുതി ഫലിപ്പിക്കാനൊന്നും പറ്റില്ല. അവിടെ മാർക്ക് ശരിക്കും താഴെ പോകും. പിന്നെ സ്റ്റേറ്റ് CBSE യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്റ്റേറ്റ് കുറച്ച്, പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. മറ്റത് കുറച്ച് ലിബറൽ ആയിരുന്നു കാര്യം, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലൂടെ നമ്മൾ പിള്ളേരെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയില്ല എങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും A+ ആണ് എന്നൊരു ധാരണയിൽ കുട്ടികളെത്തും. ഈ A+ കിട്ടുന്നതോടുകൂടി എനിക്കിതെല്ലാം അങ്ങ് അറിയാം എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ വെച്ചിട്ട് ഹയർ എഡ്യൂക്കേഷന് പോകും. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് സത്യത്തിൽ ഒന്നും അറിയത്തില്ല. എത്രയോ പിള്ളേർ സ്റ്റേറ്റിൽ ഫുൾ A+ വാങ്ങിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോകും. എൻട്രൻസ് റിപ്പീറ്റിന്, ആ റിപ്പീറ്റിന് പോയി അവിടെ ചെന്നിരുന്ന് ഒരു 2 ആഴ്ച ആകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഞാനീ പഠിച്ചു വന്ന സാധനം എന്താണ്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്താണ്. അവിടെ ഇട്ടിട്ട് പോകുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഇത് സംഭവിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ സ്റ്റേറ്റിനെ താഴ്ത്തി പറയോ CBSE പൊക്കി പറയോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 2 സിലബസ് സ്ട്രീമുകളാണ്. പക്ഷെ ഇത് 2ലേക്കും പോകുന്നവർ ആ സിലബസുകൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്റ്റേറ്റ് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. കാരണം കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ ഒരു രീതി കടുപ്പിക്കുമ്പോഴത്തേനും ഒരുപാട് പേര് അതിൽ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും കടുപ്പിക്കുന്നത്, കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഇതിന്റെ താഴെയും ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമന്റ് കാണും. അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ പഠിപ്പിക്കണം. അത് പോയിന്റാണ് അല്ലേ? പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കാതെ അങ്ങ് കൊമ്പത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് അത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർ പാവന്ന് അവർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അത് ചെയ്യാതെ അപ്പൊ ആ ഹോൾ രീതിക്ക് ഒരു മാറ്റം വരാനുണ്ട്. ഇനി അധ്യാപകർ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പിള്ളേർ എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം സാധനം ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പോലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ പോലും നമ്മൾ മാറി നിൽക്കരുത്. നമ്മുടെ ഫ്യൂച്ചറാണ് അത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി എടുത്ത് അത് നെറ്റിലൊക്കെ പോയി തപ്പി മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ച് സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച് എത്ര പിള്ളേർ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ ആ ലെവലിലെത്തത്തില്ല. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. നമ്മൾ എപ്പോഴും സിസ്റ്റത്തിനെ മാത്രം കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. മറ്റേ സിസ്റ്റം മാറേണ്ടത് തന്നെയാണ്. അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. അതിനെ വിചാരിച്ച് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ ഇവിടെ ബലി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലതായിട്ടുള്ള രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുക തന്നെ വേണം. അധ്യാപകരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അത്ര നന്നായി പഠിപ്പിക്കാത്തവരുണ്ട്. അത് പല അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ സാധനങ്ങൾ എഴുതിയും. ചിലപ്പം അവർ ഈ പറയുന്ന UGക്കും PGക്കും ഒക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായവരായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന ഇതൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റും ഒക്കെ ക്ലിയർ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നല്ല മാർക്ക് വാങ്ങി ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഒരാള് പഠിപ്പിക്കാൻ നല്ലതായിക്കൊള്ളണമെന്നില്ല. പഠിപ്പിക്കുക എന്ന് പറയുന്ന വേറെ തന്നെ ഒരു സ്കില്ലാണ്. അതിൽ നന്നായി ശോഭിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് നല്ല അറിവുണ്ടാവും, പക്ഷെ അത് പകർന്നു കൊടുക്കാനുള്ള സ്കിൽ സെറ്റ് അവർക്ക് ലാക്കി. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എവിടെന്നെങ്കിലും ഒക്കെ തപ്പിയെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി അടിപൊളിയായിട്ട് ചെയ്യണം എന്നാണ്. കുട്ടികൾ എന്തുമാത്രം വെറുതെ നെറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ നോക്കിക്കളയുന്നല്ലേ. എനിക്ക് പേരൻസ് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞതല്ല ഗാഡ്ജറ്റ്സിന്റെ യൂസ് കൂടുതലാണെന്നുള്ളത്. എന്തെല്ലാം നോക്കുന്നു, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കാണുന്ന പിള്ളേർ വളരെ കൂടുതലാണ്. ബാക്കിയുള്ളവരുടെ അലമാരക്കകത്ത് എന്തോ ഇരിക്കുന്നു, ബാഗിനകത്ത് എന്തോ ഇരിക്കുന്നു, അവർ ഉറങ്ങി എണീക്കുമ്പോൾ മുതൽ എന്ത് ചെയ്യുന്നു. വല്ലവരും ഒക്കെ ഉറങ്ങി എണീക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ഇട്ടാലാണ്. ഇതൊന്നും കാണണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതിനൊരു പരിധി വേണം. കുറച്ച് സമയമെങ്കിലും നമുക്ക് അറിവ് പകരുന്ന, നമ്മുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള സാധനങ്ങൾ കാണാൻ നമ്മൾ ഉപയോഗിക്കണം. മറ്റു സാധനമൊക്കെ അങ്ങനെയും ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലേ, എനിക്കും ആ തരത്തിലേക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഒരു ഡ്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇച്ചരേ അത് കണ്ടോളൂ. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്?
നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ള, അതിന് ഹെൽപ്ഫുൾ ആവുന്ന, നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഇനി 11th 12th പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ സൈഡ് ബൈ സൈഡ് പഠിക്കാൻ പറ്റും. അത് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ സൈഡ് ബൈ സൈഡ് പഠിക്കണം. ഫ്രീ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണല്ലോ. എല്ലാവരും പറയും എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോഴ്സ് എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് റൈറ്റ് സാധനം ഐഡന്റിഫൈ ചെയ്ത് അതിന് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി മെനക്കെട്ടിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ റൈറ്റ് സാധനം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പോകണം എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചായിരുന്നു മാം. നമ്മുടെ ഈ നല്ല ആർട്ടിസ്റ്റിക് കഴിവുള്ള, എന്താ പറയുക, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വരയ്ക്കാനുള്ള കഴിവായിരിക്കാം, എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവുകളുണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികൾ കോമേഴ്സ് എടുക്കുന്നതാണോ നല്ലത്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണോ? ഇതൊരു സ്ട്രീം സെലക്ഷന് പലപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ആണ് കുട്ടികൾക്ക്. അവർ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ് നല്ലത്. അവർ കോമേഴ്സ് എടുക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കോമേഴ്സ് എടുക്കേണ്ടത് കോറായിട്ട് ഫൈനാൻസിന്റെ മേഖലയിലെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മേഖല, അതായത് BBA എടുത്ത് പോകണമെന്ന്. അവരും ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് ഞാൻ പറയില്ല. അവരും കോമേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ BBA പഠിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് അക്കൗണ്ടൻസി, ഫൈനാൻസ് റിലേറ്റഡ് ഉള്ള സാധനങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ ബേസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. ഏത് ബിസിനസ് ആണ് നമുക്ക് ഈ പറയുന്ന ഈ കണക്കുകൾ നോക്കാതെ മാനേജ് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവരൊക്കെ കോമേഴ്സിൽ പോകും. ഈ പറയുന്ന ഡിസൈനിങ്, ആർട്ടിസ്റ്റിക് അങ്ങനെയുള്ള ഇതിലുള്ളവർ കോമേഴ്സിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. യു കെൻ ഓൾവേസ് ഗോ അഹെഡ് വിത്ത് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് കോമ്പിനേഷൻ. പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്തത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അതെ, ഞാൻ ചോദിക്കണം വിചാരിച്ചാണ് വിട്ടുപോയി. പലപ്പോഴും എനിക്ക് നമ്മൾ ഓൾറെഡി ഹൗ ടു ബിക്കം ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഏത് കുട്ടികളാണ് ശരിക്കും വൊക്കേഷണൽ, എവിടെയാണ് കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ വരെ, ഞാൻ വൊക്കേഷണൽ പോകണോ അല്ലെങ്കിൽ നോർമൽ പോകണോ എന്നുള്ളത്? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSC എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് വൊക്കേഷണലായി പഠിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അത് അഗ്രികൾച്ചർ ആയിരിക്കാം, അനിമൽ ഹസ്ബൻഡറി ആയിരിക്കാം, വാട്ട് എവർ ഇസ് അവൈലബിൾ. ഇത് ശരിക്കും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചറും ഞാനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ പോലെ ഹൗ ടു ബിക്കം അത് ചെയ്തിട്ടുണ്ട്. അത് ചാനലിൽ കിടപ്പുണ്ട്. അത് ഈ സംസാരം വരെ കേട്ടെത്തിയവർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് പോയിട്ട് അത് മുഴുവനായിട്ട് കാണുക. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടീച്ചർ ഞാനും ആയിട്ടിരുന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ തട്ടി സംസാരിച്ച് പോയിട്ടുണ്ട്. വൊക്കേഷണൽ സബ്ജക്ട് എടുത്താൽ എന്താ ഗുണം, എന്താണ് അതിന് ചെയ്യാം, ബ്യൂട്ടീഷ്യൻ പരിപാടികൾ വരെ വൊക്കേഷണൽ സംഭവങ്ങളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയും ഒരു സ്ട്രീം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളിവിടെ സംസാരിക്കാത്തത് എനിക്ക് തോന്നുന്നു ഫോറിൻ സിലബസുകളെ കുറിച്ചിട്ടാണ്. അത് IBA കുറിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതിന് കാരണം ഏറ്റവും കൂടുതൽ മറ്റൊരു കേൾക്കുന്നു വിചാരിച്ചാണ്. പക്ഷെ അതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഈ 10th ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് IB ഒക്കെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് സ്വിച്ച് ചെയ്യുന്ന ടീമുകളും നമുക്ക് കാണുന്നുണ്ട്. ഒരു വർഷത്തിൽ കൊണ്ട് തന്നെ പൊട്ടിപ്പാളീസായി ഡിഗ്രേഡ് വാങ്ങിക്കൊണ്ട് വരുന്നവരാണ് അധികവും. എനിക്കൊന്നും അവരുടെ ഒരു എക്സാം പാറ്റേൺ തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. അതാണ് അവിടുത്തെ പ്രശ്നം. എക്സാക്ട്ലി അതാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഈ കേട്ടിട്ടുള്ള ഈ സാധനം എളുപ്പമാണെന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സുകളിലാണ്. ഇത് ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ശരിക്കും സബ്ജക്ട് നല്ല ഡെപ്തിലേക്ക് പോകും. ആൻഡ് അതിന് ഉത്തരം എഴുതേണ്ട ഒരു രീതി, അവർ ചോദ്യം ചോദിക്കുന്ന രീതി, ഇതൊന്നും CBSE പോലെ അല്ല, ഡിഫറെന്റ് ആണ്. നല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നത്. അപ്പോ CBSE തന്നെ പാടാണ് ഇവിടെ, പറ്റണില്ല. അപ്പോ അതിനേക്കാൾ എളുപ്പമാണ് മറ്റത് എന്ന തെറ്റിദ്ധാരണയിൽ അവിടേക്ക് പോകുന്നവരാണ് പൊട്ടിപ്പോകുന്നത്. അത് സംഭവിക്കരുത്. ഈ സിലബസ് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഇതിന് ആ സിലബസിനെ കുറിച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് ഇത് ഹിറ്റല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. കുറച്ച് പേരെങ്കിലും ഈ കോൺവെർസേഷൻ കേൾക്കുമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് വേറൊരു ഇതില് അത് സംസാരിക്കാം. ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കണമെന്ന് നിങ്ങൾ തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഇതിന്റെ താഴെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഇതുപോലുള്ള സാധനമാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 പേരെങ്കിലും ഒരു മോർന്നിട്ടാലേ നമ്മൾ ഇനി ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇങ്ങനെ ഇരുന്ന് നമ്മളൊരു ഏകദേശം 1 മണിക്കൂർ ആയെന്ന് തോന്നുന്നു സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പാടുണ്ടാവില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് അങ്ങനെ തന്നെ എടുത്ത് ഇടുക, അത് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി കാണിക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എഗെയിൻ ഇത്രയും സമയം ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഉപകാരമാവുന്നുവെങ്കിൽ മാത്രം
ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാം. കൂടുതൽ ടോപ്പിക്, എത്ര ടോപ്പിക് ഉണ്ട് സംസാരിക്കാനായിട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് പറയുക. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം, അത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയുക. അതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.